നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനും അമ്മയും പറയുന്നൊക്കെ മോള് കേട്ടോ? കേട്ടു. എന്താ മോളുടെ അഭിപ്രായം? ഞാൻ എന്തു സഹിക്കാൻ തയ്യാറാച്ച. അമ്മയും അച്ഛനും വിഷമിക്കരുത്. എന്താ എന്റെ മോളോട് ഇത്ര പക? പറയടോ. എടാ പറയാൻ. മോളെ ഞാൻ എപ്പോഴും നിന്നോട് പറയുന്നല്ലേ ഈ ടീഷർട്ടൊക്കെ നേരെ ചുവയിടണമെന്ന്. ചെന്ന് റെഡിയാവ്. ചെല്ലടാ. എന്താ സാധനം ചേട്ടാ? അതെ, പേസ്റ്റ് മുറിയിൽ വെച്ചിട്ടുണ്ടെന്ന് മോള് പറഞ്ഞേ. ഞാൻ അവിടെ തിരഞ്ഞിട്ട് കണ്ടില്ല. ഞാൻ എടുത്തുതരാം. ആ മാഡത്തിനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഫോൺ ചെയ്യാനിരിക്കായിരുന്നു. എന്താ വീണ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഉണ്ട്. അയാളെന്നെ തോൽപ്പിച്ചില്ലേ? എനിക്ക് ബെന്നിച്ചനെ ആലീസിനെ മനസ്സിലാവാത്തത്. അവർക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് അവരുടെ വഴിക്ക് പോവായിരുന്നില്ലേ? കണ്ണീരും കണ്ട് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം അയാളും അതെ അച്ഛനും അതെ മനുഷ്യത്വത്തിന്റെ കണക്ക് പറഞ്ഞ് കൊല്ലുക. ഒരു പരിധിവരെ അത് ഹരിയുടെ വിജയാണെന്ന് സമ്മതിക്കാതിരിക്കാൻ വയ്യ. കരഞ്ഞായാലും കാല് പിടിച്ചായാലും അയാളത് നേടിയില്ലേ? പാല് മുഴുവൻ എനിക്ക് ഇവിടെ കൊണ്ടുവന്നപ്പോ തുടങ്ങി ഞാൻ പാല് കൊടുക്കണമെന്ന് നിർബന്ധം. എനിക്കെന്റെ കരിയർ നോക്കണ്ടേ? മോഡലിംഗ് രംഗത്തേക്ക് ഇറങ്ങുമ്പോ എനിക്ക് എന്റെ ശരീര സൗന്ദര്യം സംരക്ഷിച്ചല്ലേ പറ്റൂ. അപ്പൊ പിന്നെ എങ്ങനെ എനിക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റും? വീണിപ്പ എന്താ പറയുന്നേ? ആ കുഞ്ഞിവിടെ ഉണ്ടാവാൻ പാടില്ല. എനിക്കതൊരു ശല്യം. അയാളുടെ കൂടെ കുഞ്ഞുണ്ടായ എന്തൊക്കെ സംഭവിക്കും? അയാൾ എനിക്ക് ഡിവോഴ്സ് തരുമോ? ഇല്ല. അയാൾ കാത്തിരിക്കും എന്തെങ്കിലും ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാൻ തിരുത്തൂന്നും പറഞ്ഞിട്ട്. പട്ടാപ്പകല് പാതിരാത്രിയാണെന്ന് അയാൾ പറഞ്ഞ പിന്നെ അച്ഛന് വേറെ വാക്കൊന്നും ഉണ്ടാവില്ലല്ലോ. വീണ, കുഞ്ഞിനെ കൈവിടാനുള്ള നിന്റെ ഒരു തീരുമാനം പാളിപ്പോയിന്നുള്ളത് സത്യം എന്ന് കരുതി അത് ഇതോടെ അവസാനിച്ചെന്ന് അർത്ഥമില്ല. ഹരി എത്ര തന്നെ നെഞ്ചോട് അടക്കി പിടിച്ചാലും ആ കുഞ്ഞ് നിന്റേതാ, നിന്റേത് മാത്രമാ. അതിനെക്കുറിച്ച് നീ ഒരു തീരുമാനം എടുത്ത എന്തിന് കൊണ്ടുപോയി പെരുവഴിയിൽ ഇറക്കിക്കിടത്തിയ പോലും അത് ചോദിക്കാനുള്ള അവകാശം ഹരിക്കില്ല. ശല്യം കൂടെ ഞാൻ അത് തന്നെ ചെയ്യും. അല്ലാതെയുള്ളൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം. എന്താ? എനിക്കല്പ സമയം താ. എന്റെ മുമ്പില് 3 ലക്ഷ്യങ്ങളാ. 1, വീണയ്ക്ക് ശല്യമായ ആ കുഞ്ഞ് വീണെ വിട്ടു പോണം. 2, വീണയും ഹരിയുമായുള്ള ബന്ധം വേർപെടുത്തണം. പിന്നെ 3-മത്തത്, നിനക്ക് ഏറ്റവും വലിയ ആഗ്രഹമായ മോഡലിംഗ് നിനക്ക് സാധിച്ചു തരണം. ഞങ്ങൾക്ക് ചില കോർപ്പറേറ്റീവ് ശീലങ്ങളുണ്ട്. മീറ്റിംഗ് മുറിയിൽ ഒരു ബ്ലാക്ക് ബോർഡിൽ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ എഴുതിയ അത് ഫൈനൽ വേർഡാ. അച്ചീവ് ചെയ്യുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതിന്റെ മാർഗങ്ങൾ നോക്കരുതെന്നാണ് പ്രമാണം. സോ ഈ 3 ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരെ കുത്തി നോവിക്കേണ്ടി വന്നാലും ആരുടെ ജീവൻ എടുക്കേണ്ടി വന്നാലും സാംസ് നിനക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. കേട്ടല്ലോ?
കൊന്നാ മതിയായിരുന്നു രഘുവേട്ട. ഇതിനേക്കാൾ അപ്പുറം ഒരമ്മ ജീവിച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് രഘുവേട്ട? ഈ നിലയ്ക്ക് വിട്ട അവനൊരു ദിവസം നിത്യമോളെ കൊല്ലും. അതിന്റെ പേരിൽ അവൻ എന്ത് ശിക്ഷ ഏറ്റുവാങ്ങിയാലും നിത്യമോളെ പോയാ പിന്നെ എനിക്കൊരു ജീവിതമില്ല. സുജാത, ഇത്തരം ഘട്ടങ്ങളിൽ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കണം. ഒന്നുകിൽ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ അവരുടെ ബന്ധം വേർപെടുത്തണം. അതൊക്കെ സിമ്പിളാണ്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അച്ഛനമ്മമാരായ ഞാനും നീ ഉൾക്കൊള്ളേണ്ട ഒരു സത്യമുണ്ട്. നമ്മുടെ മകൻ ഒരു മാനസിക രോഗിയാണ്. ഇനി അത് പരസ്പരം മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. മറച്ചു വെക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ഓരോ നിമിഷവും അവന്റെ അവസ്ഥ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. എടോ, അസുഖം വന്നാൽ ചികിത്സിക്കാന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതിന് ഡോക്ടറെ കാണണം, അതിനുവേണ്ട മരുന്നുകൾ കൊടുക്കണം. സമ്മതിക്കൂ രഘുവേട്ട, അവൻ ഒരു മാനസിക രോഗിയാണ് അവനെന്ന് പറഞ്ഞ ജീവൻ സമ്മതിക്കൂ രഘുവേട്ട? അവൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും സത്യം അതാണ്. നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. അവന്റെ കണ്ടീഷൻ മുഴുവൻ അയാളോട് പറയണം. എന്നിട്ട് അയാൾ ഒരു സൊല്യൂഷൻ നിർദ്ദേശിക്കട്ടെ. പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവാം. നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ഒരു മുമ്പോട്ട് പോകണമെന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. പക്ഷെ എല്ലാ വ്യക്തികളും ഒരേപോലെ ആവില്ലല്ലോ. ശരീരത്തിന് വരുന്ന അസുഖം പോലെയാ മനസ്സിന് വരുന്ന അസുഖവും. അത് ചികിത്സിക്കണം. അച്ഛനും അമ്മയും പറയുന്നൊക്കെ മോള് കേട്ടോ? കേട്ടു. എന്താ മോളുടെ അഭിപ്രായം? ഞാൻ എന്തു സഹിക്കാൻ തയ്യാറാച്ച. അമ്മയും അച്ഛനും വിഷമിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.